പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. ഇന്ന് രാത്രി ദിവസം അതിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ നാളുകളെല്ലാം കർത്താവ് അത്ഭുതകരമായി നമ്മെ ഓരോരുത്തരെയും നടത്തി ദൈവം നമ്മെ പരിപാലിച്ച വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു ചിന്തിച്ച് വേഗത്തിൽ പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യെശയ്യാ പ്രവചന പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് ഇന്നത്തെ നമ്മുടെ ശ്രദ്ധയിൽ കടന്നു വരാം, ചിന്തയ്ക്ക് കടന്നു വരാം. യെശയ്യാ പ്രവചന പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും അവരുടെ രാജ്ഞികൾ നിന്റെ പോറ്റമ്മമാരുമായിരിക്കും. അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങി നിന്റെ കാലിലെ പൊടി നക്കും. ഞാൻ യഹോവയെന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല എന്നും നീ അറിയും. ഇവിടെ പ്രവാചകന്മാരിൽ, പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ ദൈവം ശക്തമായി ഉപയോഗിച്ച് അനുഗ്രഹീതനായ ഒരു അഭിഷിക്തനാണ് യെശയ്യാ പ്രവാചകൻ. ഒത്തിരി ക്രിസ്തുവിനെ കുറിച്ച് പുതിയ നിയമവുമായി യെശയ്യാവിനുള്ള ബന്ധമെന്ന് പറയുന്നത് കർത്താവായ യേശുവിനെ കുറിച്ച് ഒത്തിരി പ്രവചിച്ച ഒരു പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. എന്നാൽ ആ പ്രവാചകൻ ഇവിടെ പ്രവചിക്കുന്ന പ്രവചനത്തിൻ്റെ ഒത്തിരി പ്രത്യേകതകൾ യെശയ്യാവിനുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിനെ കുറിച്ച് മറ്റേത് പ്രവാചകന്മാരെക്കാളും ശക്തമായി പ്രവചിച്ച ഒരു പ്രവാചകനായിരുന്നു യെശയ്യാവ്. അതുപോലെ തന്നെ ബൈബിളുമായിട്ടൊരു ബന്ധം യെശയ്യാവിനുണ്ട്. കാരണം ബൈബിളിലുള്ള ഒരു പുസ്തകം രചിച്ച ഒരു പ്രവാചകൻ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, 66 പുസ്തകങ്ങളുള്ള വിശുദ്ധ വേദപുസ്തകം, അതേ 66 അധ്യായങ്ങൾ പ്രവചിച്ച ഏക പ്രവാചകൻ യെശയ്യാ പ്രവാചകനാണ്. സ്തോത്രം. ഈ 66 പുസ്തകങ്ങളിൽ പ്രവചിച്ച യെശയ്യാവ് അതിൻ്റെ 49-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. ഇവിടെ ഈ വാക്യത്തിൽ നിന്ന് ഒരു വാക്ക്, ഒരു സെൻറ്റൻസ് ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്ക് വേണ്ടി കർത്താവ് നമുക്ക് നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ ഈ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ നാം കാണുന്നു: ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ച് പോകയില്ല എന്നും നീ അറിയും. സ്തോത്രം. വീണ്ടും, എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ച് പോകുക ഇല്ല. ഇന്ന് രാത്രിയത്തെ ചിന്ത ഇതാണ്: കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതൽ ലജ്ജിക്കുവാൻ അവൻ അനുവദിക്കുകയില്ല. സ്തോത്രം. നീ ദൈവത്തെ കാത്തിരിക്കുന്നൊരു ദൈവ പൈതലാണെങ്കിൽ, സ്തോത്രം, നീ ദൈവസന്നിധിയിൽ ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ കരുതലിന് വേണ്ടി, ദൈവത്തിൻ്റെ ദൈവിക ഇടപെടലുകൾക്ക് വേണ്ടി, ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇന്ന് രാത്രി പ്രവാചകനായിരിക്കുന്ന യെശയ്യാവിലൂടെ പ്രവചിച്ച പ്രവചന ശബ്ദം ഒന്നുകൂടി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ആവർത്തിച്ചുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ: നീ ലജ്ജിച്ച് പോകുക ഇല്ല. സ്തോത്രം. ഈ 2025-ാം വർഷത്തിലെ ഈ നാളുകളിൽ ആമേൻ, എവിടെയെങ്കിലൊക്കെ ആരുടെയെങ്കിലൊക്കെ മുമ്പിൽ, സ്തോത്രം, ഏതെങ്കിലുമൊക്കെ ദേശത്ത് ഏതെങ്കിലുമൊക്കെ വ്യക്തി
വ്യക്തികളുടെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ, ചില മേഖലകളിൽ, ചില സ്ഥാപനങ്ങളിൽ, ചില ഇടങ്ങളിൽ ആമേൻ ഞാൻ ലജ്ജിച്ചു പോകുമോ എന്ന് ആമേൻ ഭാരപ്പെട്ടിരിക്കുന്ന, ആമേൻ നിരാശപ്പെട്ടിരിക്കുന്ന, ഭയന്ന് ഓരോ ദിവസവും ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആരോടോ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നീ ലജ്ജിച്ചു പോകയില്ല. ആമേൻ. കാരണം ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ യഹോവയെന്നും ആമേൻ എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല എന്നും നീ അറിയും. ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കുക. ആമേൻ, സ്തോത്രം. എൻ്റെ കർത്താവ് പറയുന്ന വാക്കാണ് ഞാൻ യഹോവയെന്നും. ആമേൻ, ഞാൻ യഹോവയെന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ലെന്ന് ഞാൻ അതിന്ന് രാത്രി ഇങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നു. കർത്താവ് പറയുക, ഞാൻ യഹോവയെന്നും എന്ന് വെച്ചാൽ ഞാൻ ദൈവമാണെന്നും. ആമേൻ, സ്തോത്രം. എന്നെ കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ലെന്നും ദൈവമേ നീ അറിയും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എൻ്റെ ദൈവമാരെന്നും തന്നെ കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ലെന്നും എൻ്റെ ദൈവം ഈ നാളുകളിൽ അത് ദേശത്തിൻ്റെ നടുവിൽ വെളിപ്പെടുത്താൻ പോകുകയാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്ര. ആമേൻ, സ്തോത്ര. ദൈവമാരെന്നും ദൈവത്തെ കാത്തിരിക്കുന്നവർ ലജ്ജിക്കയില്ലെന്നും ദൈവം തെളിയിക്കുന്ന ദിവസങ്ങളാക്കി, ദൈവം അത് വെളിപ്പെടുത്തുന്ന ദിവസങ്ങളാക്കി ഈ നാളുകളിൽ തീർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രിയത്തെ ചിന്ത, ആമേൻ, സ്തോത്രം, എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല എന്നതാണെങ്കിലും ഈ രാത്രിയിൽ ഈ രണ്ട് ഭാഗത്ത് ഞാൻ ഊന്നി പറയാം. ഒന്ന്, എൻ്റെ ദൈവമാരെന്ന് ദൈവം തെളിയിക്കും, എൻ്റെ ദൈവമാരെന്ന് വെളിപ്പെടുത്തും. രണ്ട്, തന്നെ കാത്തിരിക്കുന്നവൻ്റെ മക്കൾ, തന്നെ കാത്തിരിക്കുന്നവൻ്റെ ജനം ലജ്ജിച്ചു പോകയില്ലെന്നും ദൈവം തെളിയിക്കും. ഇത് രണ്ടും ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. ഇത് രണ്ടും ലോകം കാണുക ദൈവം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ വിളിച്ചു പറയാം, നീ ദൈവത്തെ സേവിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ, നീ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ, നീ സേവിക്കുന്ന, നീ ആരാധിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന, നീ വിളിച്ചപേക്ഷിക്കുന്ന നിന്റെ ദൈവമാരെന്ന് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുകയാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. രണ്ട്, നീ ലജ്ജിച്ചു പോകില്ലെന്ന്. ആമേൻ, സ്തോത്ര. നീ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കില്ലെന്ന് എൻ്റെ ദൈവം ഈ ദിവസങ്ങൾ വെളിപ്പെടുത്താൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിൽ നീ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കില്ല. നിന്റെ സഭയിൽ നീ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കില്ല. നിന്റെ ദേശത്ത് നീ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കില്ല. നീ ആയിരിക്കുന്ന സമൂഹത്തിൽ നീ ലജ്ജിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. നീ ആയിരിക്കുന്ന ആമേൻ നിന്റെ ജോലി സ്ഥലത്ത്, നീ പ്രവർത്തിക്കുന്ന മേഖലയിൽ, നീ ആയിരിക്കുന്ന ഇടത്ത്, നീ ആയിരിക്കുന്ന രാജ്യത്ത് നീ ലജ്ജിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. നിന്റെ സുഹൃത്ത് ബന്ധങ്ങളുടെ നടുവിൽ ആമേൻ നീ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കില്ല. നിന്നെ എൻ്റെ ദൈവം ഒരു ലജ്ജാ വിഷയമാക്കി, ആമേൻ നിന്നെ ഒരു ലജ്ജാ വിഷയമാക്കി, നിന്നെ ഒരു ലജ്ജാ പാത്രമാക്കി എൻ്റെ ദൈവം ഈ നാളുകളെ തീർക്കാൻ അനുവദിക്കയില്ലെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ ദൈവത്തെ കാത്തിരിക്കുന്ന, യഹോവയെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ രാത്രി ആരെല്ലാം നിന്നെ ലജ്ജിപ്പിക്കാൻ നോക്കിയാലും
ദൈവം അതിനെ അനുവദിക്കുകയില്ല. ഈ രാത്രിയിൽ ആരൊക്കെയോ നീ ദേശത്ത് ലജ്ജിക്കപ്പെടുന്നത് കാണാൻ, ഏതൊക്കെ മേഖലകൾ, ചില സാത്താന്യ മണ്ഡലങ്ങൾ, സ്തോത്രം, നിന്റെ കുടുംബത്തിൽ ചില വ്യക്തികളുടെ മുമ്പിൽ, ദേശത്തിന്റെ നടുവിൽ നീ ഒന്ന് ലജ്ജിച്ച് കാണാൻ, നിന്റെ കുടുംബം ഒന്ന് ലജ്ജിച്ച് കാണാൻ, നിന്റെ തലമുറകളൊന്ന് ലജ്ജിച്ച് കാണാൻ, ചിലരെല്ലാം ചില ശത്രുമണ്ഡലങ്ങൾ നിനക്കെതിരെ കാത്തിരിക്കുമ്പോ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നീ ദൈവത്തെ കാത്തിരിക്കുന്ന ദൈവബദലാണെങ്കിൽ, നീ യഹോവയെ കാത്തിരിക്കുന്ന ദൈവബദലാണെങ്കിൽ, എന്ന് വെച്ചാൽ നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ലജ്ജിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ലെന്ന് ഈ രാത്രി വളരെ ശക്തമായി, ഈ രാത്രി ദൈവവചനത്തിന്റെ വെളിപ്പാടിൽ പരിശുദ്ധാത്മാവ് ഈ രാത്രി വിളിച്ചറിയിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് പെട്ടെന്ന് വായിച്ചേ. റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 33-ാമത്തെ വാക്യം. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. 10-11 വായിച്ചേ. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. 1 പത്രോസ് 2:6 വായിച്ചേ. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. ഇന്ന് രാത്രി ഈ വായിച്ച വാക്യങ്ങളെല്ലാം ചേർത്ത് ഈ രാത്രി ഞാൻ വിളിച്ചു പറയാം, നമുക്കൊരു പാറയുണ്ട്. കേൾക്കുന്നുണ്ടോ? ആമേൻ. പിതാവായ ദൈവം സിയോനിൽ ഇട്ട ഒരു പാറയുണ്ട്. ആ പാറ ശ്രേഷ്ഠവും ആ പാറ മാന്യവുമായൊരു മൂലക്കല്ലത്രേ. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്ര. ആ പാറ ഇടർച്ച കല്ലും ആ പാറ തടങ്കൽ പാറയുമത്രേ. കർത്താവിൻ്റെ വചനം ഈ 3 ഭാഗങ്ങളിൽ, റോമർ 9:33 റോമർ 10:11 1 പത്രോസ് 2:6 ഈ ഭാഗത്തെല്ലാം ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു പാറ നമുക്കുണ്ട്. ഈ പാറയിൽ ആരാണോ വിശ്വസിക്കുന്നത്, ആ പാറയിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, ചില ഇടർച്ച കല്ലുകൾ, ആമേൻ, ചില വഴുവഴുപ്പുള്ള കല്ലുകൾ, ചില സാത്താന്യ കല്ലുകൾ, ആമേൻ, സ്തോത്ര, പലപ്പോഴും നിന്നെ ദേശത്തിൽ തള്ളിയിട്ട്, ഏതെങ്കിലും വിധത്തിൽ നിന്നെ തള്ളിയിടാൻ, ഏതെങ്കിലും വിധേനെ നിന്നെ തള്ളിയിട്ട് ദേശത്തിന്റെ നടുവിൽ നിന്നെ ഒരു ലജ്ജാ വിഷയമാക്കാൻ, നിന്നെ ഒരു ലജ്ജാപാത്രമാക്കാൻ, ദേശത്തിൽ നിന്നെ ലജ്ജിപ്പിക്കാൻ, ദേശത്തിന്റെ നടുവിൽ, ആമേൻ, നിന്നെ ഒരു പരസ്യകോലമാക്കാൻ ശത്രു ഒരു ഭാഗത്ത് നിനക്ക് വിരോധമായി അവൻ പദ്ധതികൾ ഒരുക്കുമ്പോ, ഇന്ന് രാത്രിയിൽ ഈ മൂലക്കല്ലാകുന്ന ക്രിസ്തുവിൽ, ഈ കല്ലിൽ, ഈ പാറയാം ക്രിസ്തുവിൽ നീ ആശ്രയിച്ചാൽ, നീ വിശ്വസിച്ചാൽ, ഈ പാറയിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല എന്ന് ഇന്ന് രാത്രി വചനം ആരെയോ നോക്കി വിളിച്ചു പറയുന്നു. നീ ദേശത്തിൽ ലജ്ജിക്കത്തില്ല, നീ ദേശത്തിൽ ലജ്ജിക്കയില്ല, നിന്റെ കുടുംബം ദേശത്തിൽ ലജ്ജിക്കയില്ല, നിന്റെ തലമുറ ദേശത്തിൽ ലജ്ജിക്കയില്ല. യേശുവിന്റെ നാമത്തിൽ നിന്നെ ലജ്ജാപാത്രമാക്കാൻ ഒരു ഭാഗത്ത് പൈശാചിക മണ്ഡലങ്ങൾ നിനക്കെതിരെ വാദിക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ അതിനെയെല്ലാം തകർത്തുകൊണ്ട് ഈ പാറ ദേശത്ത് നിന്നെ മാനിക്കാൻ പോകുകയാണ്, ഈ ദേശത്ത് നിന്നെ ഉയർത്താൻ പോകുകയാണ്. ദേശത്ത് ഈ പാറ നിന്നെ മാനിക്കാൻ പോകുകയാണ്, ഈ പാറ നിന്നെ ദേശത്ത് ഉയർത്താൻ പോകുകയാണ്. Oh, Jesus.
Amen. Hallelujah. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇങ്ങനെ വചനത്തിന്റെ വെളിപ്പാടിലൂടെ വിളിച്ചു പറയുന്നു. ഒരു ഭാഗത്ത് നിന്നെ ലജ്ജിപ്പിക്കാൻ പിശാച് നിൽക്കുമ്പോ, ഒരു ഭാഗത്ത് നിന്നെ ഒരു ലജ്ജാ വിഷയമാക്കാൻ പിശാച് നിൽക്കുമ്പോ, ഒരു ഭാഗത്ത് നിന്നെ ഒരു ലജ്ജാപാത്രമാക്കാൻ പിശാച് നിൽക്കുമ്പോ, മറുഭാഗത്ത് ഈ പാറയിൽ നിന്നെ നീ വിശ്വസിച്ചാൽ, ഈ പാറയിൽ നീ ആശ്രയിച്ചാൽ, വ്യക്തമായി പറയാം, രണ്ട് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കും. ഒന്ന്, നിന്നെ ദൈവം ശ്രേഷ്ഠമായ ഒരു തലത്തിലേക്ക്, ശ്രേഷ്ഠമായ ഒരു പദവിയിലേക്ക്, ഈ ലോകത്തിൽ ആർക്കുമില്ലാത്ത ഒരു ശ്രേഷ്ഠതയിലേക്ക് നിന്നെ ഈ പാറ ഉയർത്തുവാനിടയാകും. ഹല്ലേലൂയ. ഏത് കുടുംബത്തിൽ നിന്നെ ലജ്ജിപ്പിക്കാൻ പിശാച് ശ്രമിച്ചോ, ഏത് സ്ഥാനത്ത്, ഏത് വേദിയിൽ നിന്നെ ലജ്ജിപ്പിക്കാൻ പിശാച് പദ്ധതിയിട്ടോ, ഏത് ദേശത്ത്, ഏത് പട്ടണത്തിൽ, ഏത് രാജ്യത്ത് നിന്നെ ലജ്ജിപ്പിക്കാൻ പിശാച് പദ്ധതിയിട്ടോ, അതേ ഇടത്ത് തന്നെ ഈ പാറ നിന്നെ ശ്രേഷ്ഠമായ ഒരു പദവിയിലേക്ക്, ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലേക്ക് ഈ പാറവിനെ ഉയർത്താനിടയാകും ഈ നാളുകളിൽ. കാരണം ഈ പാറ ശ്രേഷ്ഠമേറിയ പാറയാണ്. ഈ പാറ ശ്രേഷ്ഠതയുള്ള പാറയാണ്. വിശ്വസിക്കാമോ? ഈ പാറ ഹല്ലേലൂയ ശ്രേഷ്ഠമേറിയ പാറയാ. ആമേൻ. ഈ പാറ ശ്രേഷ്ഠമേറിയ പാറയായതുകൊണ്ട് ഈ പാറയിൽ ആർ വിശ്വസിക്കുന്നു അവന് ശ്രേഷ്ഠതയുണ്ടാകാനിടയാകും. അവൻ ശ്രേഷ്ഠമേറിയ പദവിയിലേക്ക്, അവൻ ശ്രേഷ്ഠതയുള്ള അനുഭവത്തിലേക്ക് അവൻ ഉയർത്തപ്പെടാൻ ഇടയാകും. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നിന്റെ താഴ്ച കാണാൻ, നിന്റെ തകർച്ച കാണാൻ കാത്ത് പൈശാചിക മണ്ഡലങ്ങൾ, ആമേൻ, ദുർഭൂതങ്ങൾ നിനക്ക് വിരോധമായി നിൽക്കുമ്പോ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഈ പാറയിൽ ആശ്രയിക്ക്, ഈ പാറയിൽ വിശ്വസിക്ക്. നീ തകർന്നു പോകാൻ ഈ പാറ അനുവദിക്കില്ല. നീ താഴ്ചയല്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. Hallelujah. 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 രണ്ടാമത് 1 പത്രോസ് 2:6 നമ്മൾ വായിച്ച ഭാഗത്ത് നമ്മൾ വീണ്ടും കാണുന്നു രണ്ടാമത്തെ പ്രത്യേകത. ഈ പാറയിൽ ആശ്രയിച്ചാൽ, ഈ പാറയിൽ വിശ്വസിച്ചാൽ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ കാര്യം മാന്യത. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. മാന്യത എന്ന് വെച്ചാൽ നിന്നെ ഒരു അപമാനപാത്രമാക്കാൻ, ഒരു അപമാന വിഷയമാക്കാൻ, അവൻ നിന്നെ അപമാനിക്കാൻ, അവൻ സാത്താൻ നിനക്കെതിരെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോ ഇന്ന് രാത്രി കർത്താവിന്റെ വചനത്തിലൂടെ അപ്പോസ്തലനാകുന്ന പത്രോസ് ആത്മനിറവോടെ വിളിച്ചു പറയുന്നു, ഈ പാറയിൽ നീ ആശ്രയിക്ക്, ഈ പാറയിൽ നീ വിശ്വസിക്ക്. എന്താ നിന്റെ ജീവിതത്തിൽ വരുന്ന അവൻ സംഭവിക്കുന്നതെന്നറിയോ? ഈ പാറ നിനക്ക് മാന്യത തരാനിടയാകും. ഈ പാറ നിനക്ക് മാന്യത തരും. ഈ പാറ നിനക്ക് മാന്യത തരും. എവിടെയൊക്കെയോ സാത്താൻ നിന്നെ ഒരു അപമാനപാത്രമാക്കാൻ നോക്കുമ്പോ, നിന്നെ ഒരു അപമാന വിഷയമാക്കാൻ നോക്കുമ്പോ, ഒരു അപമാനത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ നോക്കുമ്പോ ഈ പാറ നിന്നെ മാനിക്കാനിടയാകും. കാരണം കർത്താവിന്റെ വചനം പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ മാനിക്കുന്നവനെ ഞാൻ അപമാനിക്കുമെന്നല്ല, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. എവിടെയെങ്കിലും അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ കാരണമെന്നറിയോ? നീ മാനിക്കേണ്ടതുപോലെ ദൈവത്തെ മാനിച്ചിട്ടില്ലെന്നാ. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, നീ ദൈവത്തെ മാനിച്ചു നോക്ക്. അവൻ നിനക്ക് തക്ക മാന്യത ഈ നാളുകളിൽ നൽകുവാനിടയാകും. ഒരിക്കൽ ഒരമ്മ തൻ്റെ മോനെ നോക്കി ഇങ്ങനെ വിളിച്ചു, ഹേ വ്യസനപുത്ര.
എന്താ ബൈബിൾ കൊടുത്തിരിക്കുന്ന പേരവന്? യബ്ബേസ്. അവൻ നൊന്ത് പ്രസവിച്ച മോൻ. തൻ്റെ നൊന്ത് പ്രസവിച്ച ആ അമ്മ തൻ്റെ മകനെ നോക്കി വിളിച്ചു, യബ്ബേസേ, വ്യസനപുത്ര. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഒരു വിവാഹ വേദിയോ അല്ലെങ്കിൽ 4 ആൾ കൂടുന്ന ഇടത്തോ ഈ അമ്മ ഈ മോനെ വിളിക്കുന്നത് വ്യസനപുത്ര. എന്ന് വെച്ചാൽ നീ എനിക്ക് വേദന മാത്രമേ തന്നിട്ടുള്ളൂ, നീ എനിക്ക് ദുഃഖം മാത്രമേ തന്നിട്ടുള്ളൂ, നീ നിമിത്തം എനിക്ക് സന്തോഷം ഇതുവരെ അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. സ്വന്തം അമ്മ തന്നെ ഇങ്ങനെ വിളിക്കുമ്പോ അവൻ സഹോദരങ്ങളും വിളിച്ചു, വ്യസനപുത്രൻ. സ്നേഹിതർ വിളിച്ചു, വ്യസനപുത്രൻ. വീട്ടുകാരും കുടുംബക്കാരും സ്നേഹിതരും നാട്ടുകാരും എല്ലാവരും ഇവരെ വിളിച്ചു. ലോകം മുഴുവൻ ഇവരെ വിളിച്ചു, യബ്ബേസ്, വ്യസനപുത്രൻ. എന്താ ഇവനെ എല്ലാവരും വിളിക്കുന്നേ? സ്വന്തം അമ്മയ്ക്ക് പോലും വേദന മാത്രം കൊടുത്തവൻ. ഇത് കേട്ട് 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 യബ്ബേസ് ഒരു ദിവസം അവൻ ഹല്ലേലൂയ മനസ്സ് തകർന്നവനായിട്ടായിരിക്കും, അവൻ നുറുങ്ങിയ ഹൃദയത്തോടെ ആയിട്ടായിരിക്കും ഒരു ദിവസം അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി. ഒരു ദിവസം അവൻ മുട്ടുമടക്കി. സ്വന്തം അമ്മയിൽ നിന്ന് പോലും നീ എനിക്ക് വേദന മാത്രം തന്ന മകൻ എന്ന് പറയുമ്പോൾ ഇത് കേട്ട യബ്ബേസ് ദൈവത്തിൽ ആശ്രയിച്ചു. ഈ പാറയുടെ മുമ്പിൽ മുട്ടുകുത്തി യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, നീ എൻ്റെ സ്ഥിതി മാറ്റണം. അനർത്ഥം എനിക്ക് വ്യസന കാരണമാകാതിരിപ്പാൻ നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. എൻ്റെ അതിരുകളെ ഒന്ന് വിസ്താരമാക്കണം. യബ്ബേസിൻ്റെ പ്രാർത്ഥന ബൈബിൾ എഴുതിയിരിക്കുന്നു, ദൈവം കേട്ടു. ദൈവം കേട്ടു. ഇന്ന് രാത്രി കർത്താവ് ആരോടോ പറയുന്നു, ആരുടെയോ പ്രാർത്ഥന കർത്താവ് കേട്ടു കഴിഞ്ഞു. നിന്റെ വ്യസന പുത്രനെന്ന നിന്റെ പേര്, നാട്ടുകാർ ഇന്ന് നിന്നെ വിളിക്കുന്ന പേര്, കുടുംബം നിന്നെ വിളിക്കുന്ന പേര്, ആമേൻ, ഇന്ന് രാത്രി എൻ്റെ കർത്താവ് മാറ്റാൻ പോവാ. ഈ രാത്രി മാറ്റാൻ പോവാ. ഈ പാറ നിന്നെ മാനിക്കാൻ പോവാ. ഈ പാറ നിന്നെ മാനിക്കാൻ പോവാ. എവിടൊക്കെ നീ അപമാനിക്കപ്പെട്ടോ, അവിടെ എല്ലാം നീ ദുഃഖിച്ചോ, അവിടെ എല്ലാം ഒരു മാന്യനാക്കി നിന്റെ സഹോദരന്മാരുടെ നടുവിൽ ഒരു മാന്യനാക്കി എൻ്റെ ദൈവം നിന്നെ മാനിക്കുന്ന ദിവസങ്ങൾ. Hallelujah. 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 ഇന്ന് രാത്രിയിൽ ഈ ദൂത് എവിടെയൊക്കെയോ പോകുകയാണ്. എൻ്റെ റെഫറൻസിൽ ഇല്ലാത്ത ദൂതിലേക്കൊക്കെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കൊണ്ടുപോകുന്നു. ദൈവാത്മാവ് ശക്തമായി രാത്രി ഇടപെടുന്നു. എൻ്റെ ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാണ്. 1 ശ്രേഷ്ഠവും, ആമേൻ, 2 മാന്യവുമായ ഒരു മൂലക്കല്ല് അവൻ ഇന്ന് രാത്രി, ഞാൻ ഇങ്ങനെ പ്രവചിക്കട്ടെ, നിനക്ക് വേണ്ടി അവൻ ഇടുന്നു. നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ദൈവം പറയുന്നു, നിന്റെ പേര് എന്തുമായി കൊള്ളട്ടെ, ഞാൻ അവിടെ കൂട്ടിച്ചേർക്കുന്നു. ഞാൻ വചനത്തെ മാറ്റുകയല്ല, ഞാൻ ഇന്ന് രാത്രി ആരെയോ നോക്കി സംസാരിക്കുന്നു. നിനക്ക് വേണ്ടി ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് അവൻ ഇട്ടിട്ടുണ്ട്. അവന്റെ പേരത്തെ യേശു. യെസ്. ഇന്ന് രാത്രി വായി തുറന്ന് വിളിക്കുക, യേശുവേ എന്ന് വിളിക്കുക. ഇന്ന് രാത്രി വായി തുറന്ന് പറ, ജീസസ്. ഈ രാത്രി ആ പേരെന്ന് വിളിച്ചു പറ. ആ പേര് നിന്റെ മാവിൽ നിന്ന് ഇന്ന് രാത്രി ഉയരുമ്പോൾ നിന്റെ വീട്ടിനകത്തു യേശു എന്ന പേര്, ആ നാമം ഉയരുമ്പോൾ തന്നെ നിന്നെ അപമാനപാത്രമാക്കാൻ, നിന്നെ താഴ്ചയിലേക്ക് കൊണ്ടുപോകാൻ, ഇന്ന് നിനക്ക് വിരോധമായി വട്ടമിട്ട് കിടക്കുന്ന കഴുകനെ പോലെ നിന്റെ കുടുംബത്തിന് വിരോധമായി നിന്നെ താഴ്ത്തിക്കെട്ടാൻ, നിന്നെ അപമാനപാത്രമാക്കാൻ
നിന്റെ കുടുംബത്തിനെതിരെ വാദിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി ഈ രാത്രി പൊട്ടി മാറുകയാണ് യേശുവിന്റെ നാമത്തിൽ. കാരണം നിനക്ക് വേണ്ടി ഒരു മൂലക്കല്ലിട്ടിരിക്കുന്നു. ആ പാറ എന്താ അതിന്റെ പ്രത്യേകത? അത് ശ്രേഷ്ഠവും മാന്യതയുമുള്ളതത്രേ. യെസ്, ശ്രേഷ്ഠവും മാന്യവുമായ പാറ, ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല്, ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല്, ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല്. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞേ. അവനിൽ വിശ്വസിക്കുന്നവൻ, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്ക് പോകയില്ല, ലജ്ജിച്ചു പോകയില്ല. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. സങ്കീർത്തനങ്ങൾ 25-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും നാം ഇങ്ങനെ കാണും. ഒന്ന് വായിച്ചേ, സങ്കീർത്തനങ്ങൾ 25-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. എന്റെ ദൈവമേ, നിന്നെ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ. എത്ര പേർക്ക് ഇന്ന് രാത്രി പറയാൻ കഴിയും, ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കാൻ പോവാ? ഓ, സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ദൈവമേ, നിന്നിൽ നിന്നിൽ. ഓ, ഒന്ന് വായി തുറന്ന് എല്ലാവരും പറഞ്ഞേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ച്, ഞാൻ ലജ്ജിച്ച്. എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയും, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു? എവിടാ? ശ്രേഷ്ഠവും മാന്യവുമായ ആ പാറയിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ. തീർന്നില്ല, അടുത്ത വാക്ക് സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. ഇന്ന് രാത്രി എത്ര പേർ കേൾക്കുന്നു എന്നെ? ആരോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നിന്റെ ശത്രു വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എവിടെ നിന്നെ ജയിക്കാൻ കഴിയുമെന്ന്, ഏതിൽ നിന്നെ ജയിക്കാൻ കഴിയുമെന്ന് ഒരവസരം കിട്ടിയാൽ നിന്നെ ഉടനെ ഒന്ന് ജയിക്കാൻ വേണ്ടി ചില മേഖലകൾ നിനക്കെതിരെ കാത്തിരിക്കുമ്പോ ഇന്ന് രാത്രി നീ ദൈവത്തിലും ആശ്രയിച്ചു നോക്ക്. 2 കാര്യം നടക്കും. ഒന്ന്, നീ ലജ്ജിച്ചു പോകില്ല. 2, ശത്രു നിന്റെ മേൽ ജയം ഘോഷിക്കയില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഏതിൽ നിന്നെ ജയിക്കാൻ കഴിയുമെന്ന്, ഏതിൽ നിന്നെ ജയിക്കാൻ കഴിയുമെന്ന്, എന്തിലെങ്കിലും നിന്നെ ജയിക്കാൻ കഴിയണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിനക്കെതിരെ ശത്രു നിൽക്കുമ്പോ ഇന്ന് രാത്രി നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ഓ, എന്റെ കർത്താവിൽ നീ ആശ്രയിച്ചാൽ നീ ലജ്ജിച്ചു പോകയില്ല. ശത്രുക്കൾ നിന്റെ മേൽ ജയം ഘോഷിക്കുകയുമില്ല. ഇന്ന് രാത്രി ശത്രുമണ്ഡലങ്ങൾ ഇന്ന് രാത്രി തകരാൻ പോവാ. ശത്രുമണ്ഡലങ്ങൾ ഇന്ന് രാത്രി തകരാൻ പോവാ. ശത്രുമണ്ഡലങ്ങൾ ഇന്ന് രാത്രി തകരാൻ പോവാ. നിന്നെ ലജ്ജിപ്പിക്കാൻ നോക്കുന്ന ഏതിലെങ്കിലും നിന്നെ ലജ്ജാപാത്രമാക്കാൻ, ഏതിലെങ്കിലും നിന്നെ ജയിക്കാൻ, ഏതിലെങ്കിലും ഏത് വിധേനയെങ്കിലും നിന്നെ ജയിക്കാൻ ചില മേഖലകളിൽ നാളുകളിൽ കാത്തിരിക്കുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നീ ലജ്ജിച്ച് പോകാൻ അവൻ അനുവദിക്കത്തില്ല, നീ ലജ്ജിക്കാൻ അവൻ അനുവദിക്കയില്ല. സങ്കീർത്തനങ്ങൾ 37-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദുഷ്ടകാലത്ത്, എന്താണ്? സങ്കീർത്തനങ്ങൾ 37:19, ദുഷ്ടകാലത്ത് അവർ ലജ്ജിച്ചു പോകയില്ല, ശ്യാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. എന്ന് വെച്ചാൽ ഈ നാളുകളിൽ നിന്റെ ജീവിതത്തിൻ്റെ ഒരു ദുഷ്ടകാലത്ത് കൂടെയാണ് ഇന്ന് നീ പോകുന്നതെങ്കിൽ നീ ലജ്ജിച്ചു പോകയില്ല, നീ ലജ്ജിച്ചു പോകയില്ല, നീ ലജ്ജിച്ചു പോകയില്ല. ഇന്ന് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നീ പോകുന്നതെങ്കിലും, ഒരു ദുഷ്ടകാലത്തിലൂടെയാണ് ഇന്ന് നിന്റെ ലൈഫ് പോകുന്നതെങ്കിലും, ഇന്ന് രാത്രി കർത്താവ്
പറയുന്നു, അവന്റെ വചനം പറയുന്നു, ആകാശവും ഭൂമിയും മാറിയാലോ അവൻ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പറയുന്നു, എന്തില്ല, നീ ലജ്ജിച്ചു പോകയില്ല, നീ ലജ്ജിച്ചു പോകയില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി ആമൻ പറയാൻ കഴിയും? ആമൻ, എത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇന്ന് നീ പോകുന്നതെങ്കിൽ നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ഓ, ഈ പാറയിൽ നീ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ലജ്ജിച്ചു പോകാൻ അവൻ അനുവദിക്കുകയില്ല. കേൾക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. വേദപുസ്തകത്തിൽ ലജ്ജിച്ചു പോകാതെ ദൈവം സഹായിച്ച, ദൈവം താങ്ങിയ, ദൈവം കൂടെയിരുന്ന 1-2 പേരെ വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ ഒന്ന് വേഗത്തിൽ വായിച്ചേ. ആ ഭാഗത്ത് ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നു. ഒന്ന് വായിച്ചേ. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ. ഞാൻ ആ ഭാഗം മുതൽ 9-ാം വാക്യം മുതൽ വായിക്കുന്നത് അതൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വായിച്ചേ. യെസ്. അങ്ങനെ ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവും ഏദോം രാജാവുമായി പുറപ്പെട്ടു. അവർ 7 ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോട് കൂടെയുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെയായി. വെള്ളം കിട്ടാതെയായി. ആരൊക്കെയാണ്? 1 അവൻ യഹൂദ രാജാവാകുന്ന യഹോശബാത്ത്, 2 ഇസ്രായേൽ രാജാവ്, 3 ഏദോം രാജാവ്. ഇങ്ങനെ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും ഏദോം രാജാവുമായി 3 രാജാക്കന്മാർ ചേർന്ന് ഇതാ മോവാബ്യരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ആമേൻ. എന്താ അവർക്ക് സംഭവിച്ചേ? 7 ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോട് കൂടെയുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെയായി. എന്ത് കിട്ടാതെയായി? വെള്ളം കിട്ടാതെയായി. ഇവർക്ക് മനസ്സിലായി, വെള്ളം കിട്ടാതെ ഒരു ചുവട് പോലും ഇനി മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രിയിൽ സ്തോത്രം, ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ, ഒരല്പം പോലും മുന്നോട്ട് പോകാൻ കഴിയാതെ, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകണം എന്നറിയാതെ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ ഇന്ന് ആയിരിക്കുമ്പോൾ, ആ വല്ലാത്ത സിറ്റുവേഷനിൽ നീ ലജ്ജിച്ചു പോകാൻ അനുവദിക്കാത്തൊരു ദൈവം നമുക്കുണ്ട്. ഓ, എത്ര പേർക്ക് ഇന്ന് രാത്രി ആമൻ പറയാൻ കഴിയും? ആ വല്ലാത്ത സിറ്റുവേഷനിൽ അവൻ നിന്നെ ലജ്ജിക്കാൻ, നീ ലജ്ജിച്ചു പോകാൻ അനുവദിക്കാത്തൊരു ദൈവം സ്വർഗത്തിൽ ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി ആരോ പറയുന്നു, ഞാനായിരിക്കുന്ന ഈ സിറ്റുവേഷൻ, ഞാനായിരിക്കുന്ന ഈ അവസ്ഥ എൻ്റെ ദൈവം കാണുന്നില്ലേ എന്ന് ചോദിക്കുന്ന പോലും ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് നീ കടന്നു പോകുന്നതെങ്കിൽ, ഇന്ന് രാത്രി ആരെയോ നോക്കി കർത്താവ് വിളിച്ചു പറയുന്നു, എന്തേ നീ ചോദിക്കുന്നതല്ലാതെ നീ ദൈവത്തെ അന്വേഷിക്കേണ്ടത് പോലെ പലപ്പോഴും നീ ദൈവത്തെ അന്വേഷിക്കാത്തത് കൊണ്ട് ദൈവത്തിന് ഒന്നും നിന്റെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇച്ചിരി ആ വചനം വായിക്കുന്നതിന് മുമ്പേ ആ വചനം എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ കയറി പറയുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. 7 ദിവസം ഇവർ ചുറ്റി നടന്നിട്ടും അവർക്ക് വെള്ളം കിട്ടിയില്ല. ഇന്ന് രാത്രി പലപ്പോഴും നമ്മളും അങ്ങനെ അവൻ സ്തോത്രം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാറില്ല. നമ്മുടെ വിഷയം ദൈവത്തോട് അറിയിക്കുന്ന ഒരു ചാനൽ ആണ് പ്രാർത്ഥന. ആമേൻ. പലപ്പോഴും പ്രാർത്ഥിക്കേണ്ടതുപോലെ നമ്മൾ പ്രാർത്ഥിക്കാതെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താ? ഈ ചുറ്റി നടക്കും. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ അതിൻ്റെ മറുഭാഗം കൂടെ പറയട്ടെ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, 1 ഞാൻ പറയും, നീ ചുറ്റേണ്ടി വരത്തില്ല. 2, പ്രാർത്ഥിക്കുന്നൊരു ദൈവ പൈതൽ നീ ചുറ്റിയാൽ ആ ചുറ്റുന്നതിൻ്റെ പിന്നിലും ദൈവത്തിന് എന്തോ ഉദ്ദേശമുണ്ടാകും. ഓ, സ്വതം പറഞ്ഞേ. താഴോട്ട് വായിച്ചേ. വെള്ളം കിട്ടിയില്ല. അടുത്ത. അപ്പോൾ ഇസ്രായേൽ രാജാവ്, അയ്യോ, ഈ 3 രാജാക്കന്മാരെ യഹോവ വിളിച്ചു വരുത്തിയത് അവരെ മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനോ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഈ വാക്യത്തെ തെളിച്ചു പറഞ്ഞാൽ, ആമേൻ, സ്തോത്രം, ഇസ്രായേൽ രാജാവ് വിളിച്ചു പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്: ഞങ്ങളെ കൊല്ലാനാണോ ഇവിടെ കൊണ്ടുവന്നേ?
ഞങ്ങളെ അല്ലേ ഈ അവസ്ഥയിൽ നിന്ന് ഒരിക്കലും പുറത്തു വരത്തില്ലെന്നൊരു അനുഭവത്തിലാണ് ഈ മനുഷ്യൻ സംസാരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ തകർന്നു പോകും, ഇവിടെ ഞങ്ങൾ തീർന്നു പോകും എന്ന ഒരു നിലവാരത്തിൽ നിന്നുകൊണ്ട് ഇവൻ സംസാരിക്കുകയാ. അപ്പോൾ അത് വായിച്ചേ. അപ്പോൾ ഇസ്രായേൽ രാജാവ്, അയ്യോ, ഈ 3 രാജാക്കന്മാരെയും യഹോവ വിളിച്ചു വരുത്തിയത് അവരെ മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇസ്രായേൽ രാജാവ് ഇപ്രകാരമുള്ള അവിശ്വാസത്തിൻ്റെ, പുതിയ നിയമഭാഷയിൽ പറയാം, അവിശ്വാസത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുമ്പം 11ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോശാഫാത്ത് പറയുകയാണ്, എന്നാൽ, ആ വാക്ക് ശ്രദ്ധിക്കണം, ആ എന്നാൽ എന്നൊരു വേർഡ് അവിടെ ചേർത്തത് തന്നെ ഇത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ആമേൻ. ഈ പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകം എഴുതിയ അഭിഷിക്തനിലൂടെ ദൈവാത്മാവ് എഴുതിപ്പിച്ചപ്പോൾ എന്നാൽ, ഇത് രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനാ. ഇസ്രായേൽ രാജാവ് പറയുക എന്താ, ഞങ്ങളെ ഇവിടെ മോവാബ്യരുടെ കയ്യിൽ, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞ, ഞങ്ങളെ കൊല്ലാനാണോ ഇവിടെ കൊണ്ടുവന്നേ? മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ സ്തോത്രം, യഹോശാഫാത്ത് ഒരുത്തൻ ഇവിടെ നെഗറ്റീവ് പറയുമ്പം, ഒരുത്തൻ ഇവിടെ അവിശ്വാസം പറയുമ്പം, ഒരുത്തൻ ഇവിടെ നിന്ന് ഞങ്ങളിവിടെ മരിച്ചു വീഴും, ഞങ്ങളെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഒരുവൻ പറയുമ്പോൾ മറ്റൊരുവൻ പറയുന്നു എന്നാൽ. വിശ്വാസത്തിന്റെ വാക്ക് പറയാൻ യഹോശാഫാത്തിന് കൊടുത്തിരിക്കുന്ന വാക്ക എന്നാൽ. ഇവിടെ ചിലർ ഒരുത്തൻ നിന്നുകൊണ്ട് അവിശ്വാസം പറയുമ്പോൾ എന്നാൽ യഹോശാഫാത്ത് പറയാ, നാം യഹോവയുടെ അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചത്. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലായി? ഇവിടെ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്. ഒരു ഭാഗത്ത് ഒരുത്തൻ നിന്ന് അവിശ്വാസം പറയുമ്പം, ഒരു ഭാഗത്ത് ഒരുത്തൻ നിന്ന് നെഗറ്റീവ് പറയുമ്പം, മറുഭാഗത്ത് വിശ്വാസമുള്ള യഹോശാഫാത്ത്, യഹോവയുടെ മുഖം അന്വേഷിക്കുന്ന യഹോശാഫാത്ത്, ദൈവത്തിൽ ആശ്രയിക്കുന്ന യഹോശാഫാത്ത് നിന്നുകൊണ്ട് പറയുക, നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ദൈവത്തിൻ്റെ ആലോചന കേൾക്കണം. എന്താണ് ഈ ദൈവത്തിൻ്റെ ആലോചനയ്ക്കകത്ത് എന്തുണ്ടാകും? ദൈവത്തിൻ്റെ ആലോചനയ്ക്കകത്ത് 3 കാര്യം ഉണ്ടാകും. എന്തിനാ ഒരുത്തൻ നെഗറ്റീവ് പറഞ്ഞപ്പോൾ മറ്റവൻ നിന്നുകൊണ്ട് ദൈവാലോചന കേൾക്കാമെന്ന് പറയുന്നേ? യഹോശാഫാത്തിനറിയാം ദൈവത്തിൻ്റെ അരുളപ്പാടിനകത്ത് 3 കാര്യമുണ്ടാകും. ഒന്ന് ഭൂതകാലം, മനസ്സിലാവുന്നുണ്ടോ? 1 ഭൂതകാലം, 2 വർത്തമാനകാലം, 3 ഭാവികാലം എന്ന് വെച്ചാൽ, ആമേൻ, യഹോശാഫാത്ത് പറഞ്ഞിങ്ങനെ ചോദിക്കുന്നതിന് കാരണം ഇതാണ്. 1, എന്തുകൊണ്ട് ഈ അവസ്ഥ വന്നു? ദൈവത്തിൻ്റെ ആലോചനയ്ക്കകത്ത്, മനസ്സിലാവുന്നുണ്ടോ? ആമേൻ, യഹോശാഫാത്ത് ഇത് പറയാനുള്ള കാരണം ഇതാ. സ്തോത്രം. 1, ആമേൻ, ഇതിൻ്റെ ഭൂതകാലം. എന്താ ഭൂതകാലം? അതിൻ്റെ അർത്ഥം എന്താണ്? ഈ അവസ്ഥ ഞങ്ങൾക്ക് 3 കൂട്ടർക്കും വരാൻ കാരണമെന്ത്? അതറിയണം. ഈ വെള്ളം കിട്ടാതെ ഇവിടെ കിടക്കാനുള്ള കാരണം എന്ത്? അതറിയണം. അതറിഞ്ഞാൽ അതിനെ ജയിക്കാൻ കഴിയും. ആമേൻ. ഇന്നു രാത്രി ഞാൻ ആരെയോ നോക്കി വിളിച്ചു പറയുന്നു, ഇന്ന് നീ ആയിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് കാരണം എന്തെന്ന് ദൈവത്തോട് ചോദിക്കുക. അതറിഞ്ഞിട്ട് അതിനെ ജയിക്ക്. അതറിഞ്ഞിട്ട് അതിനെ ആത്മാവിൽ ജയിക്ക്. ആമേൻ. അതറിഞ്ഞിട്ട് നിന്റെ ഭാഗത്ത് കുറവാണെങ്കിൽ അത് പരിഹരിക്കുക ദൈവസന്നിധിയിലിരുന്ന്. 2 വർത്തമാനകാലം. എന്താ വർത്തമാനകാലം? എന്താ ഇപ്പോൾ സംഭവിക്കുന്നേ? വെള്ളമില്ല, വരണ്ട് കിടക്കുക. 7 ദിവസമായിട്ട് ഇതാണ് അവസ്ഥ. എന്ന് വെച്ചാൽ കുറഞ്ഞത് ഒരാഴ്ചയായിട്ട് അവസ്ഥ ഇതാ. സ്തോത്രം. ഇതിൽ നിന്ന് എങ്ങനെ ഒരു നീക്കുപോക്കുണ്ട്?
മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഈ അവസ്ഥയിൽ നിന്ന് ഇപ്പൊ ഫേസ് ചെയ്യുന്ന കറൻലി എന്ന് പറഞ്ഞാൽ പ്രസന്റ്, ഈ വർത്തമാനകാലത്ത് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ നിന്ന് എങ്ങനെ ഒരു വിടുതലുണ്ടാകും? അതിന് അവൻ പരിഹാരം ഒന്നേ ഉള്ളൂ, ദൈവത്തിൻ്റെ ആലോചന കേൾക്കണം. ആമേൻ. ഒന്ന് ഞാൻ പറഞ്ഞു ഭൂതകാലം, 2 വർത്തമാനകാലം, 3 ഭാവി. എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത്? കാരണം അവസ്ഥ ഇന്ന് വളരെ മോശമാണ്. നാളെ എന്ത് സംഭവിക്കും? ഇത് 3ഉം എനിക്കറിയണം. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. യഹോശാഫാത്ത് ദൈവത്തിൻ്റെ അരുളപ്പാട് ചോദിക്കാൻ വേണ്ടി നിൽക്കുമ്പം ഇസ്രായേൽ രാജാവ് വന്നിട്ട് പറയുക, ഇവിടെ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചൊരു മനുഷ്യനുണ്ട്, അവൻ്റെ പേര് ഷാഫാത്തിൻ്റെ മകൻ ഏലീശ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അടുത്ത 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവന്റെ പക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ട് എന്ന് യഹോശാഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തും. നിങ്ങൾ ശ്രദ്ധിക്കണേ, യഹോശാഫാത്ത് കേട്ടപ്പോൾ യഹോശാഫാത്തിന് മനസ്സിലായി ഏലീശയുടെ പക്കൽ എന്തുണ്ട്? ഈ അരുളപ്പാട് പറയാനുള്ള കൃപയൊക്കെ ഉണ്ട് എന്ന് യഹോശാഫാത്ത് പറയുക. അങ്ങനെ ഇസ്രായേൽ രാജാവും യഹോശാഫാത്തും യോഥാം രാജാവും കൂടെ അവന്റെ അടുക്കൽ ചെന്നു. ഇവര് 3 പേരുടെ ചെന്നു, പ്രവാചകന്റെ അടുക്കൽ ചെന്നു. അടുത്ത എലീശ ഇസ്രായേൽ രാജാവിനോട്, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നോക്കണേ, ഇസ്രായേൽ രാജാവിനോട് ചോദിക്കുക, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഒരു ബന്ധവുമില്ല. ആരോടാ പറയുന്നത്? ദൈവത്തിന്റെ സ്വന്തം ജനമാകുന്ന ഇസ്രായേൽ ജനത്തിന്റെ രാജാവിനോടാ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ റെഫറൻസ് എടുക്കുന്നില്ല. കാരണം ഒന്നേ ഉള്ളൂ, ഈ ഇസ്രായേൽ രാജാവിൻ്റെ അപ്പൻ ദൈവത്തിൻ്റെ വഴിവിട്ട് പോയവനാ, അതിൻ്റെ അപ്പുറം പോയവനായി മോയി. മനസ്സിലായോ? ദൈവത്തെ വിട്ട് ഇവൻ്റെ അപ്പൻ പോയി, അതിൻ്റെ അപ്പുറം ദൈവത്തെ വിട്ടു പോയി ഇവൻ. ഒറ്റ വാക്കിൽ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യഹോവയ്ക്ക് അനിഷ്ടമായത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെയാണ് ഇന്ന് ഇവൻ്റെ പോക്ക്. അതുകൊണ്ടാണ് ഏലീശ പ്രവാചകൻ പറയുന്നത്, നിനക്കും എനിക്കും തമ്മിൽ എന്ത്? അടുത്ത വാക്യം വായിച്ചേ. നീ നിന്റെ അപ്പന്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചെല്ലുക എന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ രാജാവ് അവനോട്, അങ്ങനെയല്ല, ഈ 3 രാജാക്കന്മാരെയും മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് യഹോവ അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 14-ാം വാക്യം വായിച്ചേ. അതിന് എലീശ, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ് യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയോ, നിന്റെ മുഖത്ത് ഞാൻ നോക്കിയത് പോലും ഈ യഹോശാഫാത്തിന്റെ മുഖത്തെ ഞാൻ ആദരിച്ചത് കൊണ്ടാ. ഇന്ന് രാത്രിയത്തെ എൻ്റെ പ്രസംഗ വിഷയത്തോട് കണക്ട് ചെയ്ത് ഞാൻ പറയട്ടെ, ഇവൻ ലജ്ജിക്കാതിരിക്കാനാ ഞാൻ നിന്റെ മുഖത്ത് നോക്കിയത് തന്നെ. യഹോശാഫാത്തിന്റെ മുഖത്തെ ആദരിച്ചതുകൊണ്ട് എന്ന് വെച്ചാൽ നിന്റെ മുഖത്തെ ദൈവം ആദരിക്കുന്നു. എത്രയൊക്കെ മനസ്സിലായി? ഈ രാത്രി ദൈവാത്മാവ് എനിക്ക് തരുന്ന ദൂതിത, നിന്റെ മുഖത്തെ, നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ, നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ നിന്റെ മുഖത്തെ ദൈവം ആദരിക്കും. നിന്റെ മുഖത്തെ ദൈവം ആദരിച്ചാൽ നീ ഒരുത്തൻ്റെ മുമ്പിൽ ലജ്ജിക്കത്തില്ല. നീ ഒരുത്തൻ്റെ മുമ്പിൽ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കില്ല. മനസ്സിലാകുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ.
ഇന്നു രാത്രിയിൽ ആമേൻ ദൈവം ആമേൻ നീ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാകൊണ്ട്, നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഇന്നു രാത്രി കർത്താവ് നിന്നെ നോക്കി പറയുന്നു, ഞാൻ നിന്റെ മുഖത്തെ ആദരിക്കും. ഹലോ, ഇസ്രായേൽ രാജാവിൻ്റെ മുമ്പിൽ, ഏദോം രാജാവിൻ്റെ മുമ്പിൽ, ആമേൻ സ്തോത്രം, അമോന്യരുടെ മുമ്പിൽ, ദേശത്തിൻ്റെ മുമ്പിൽ, രാജ്യത്തിൻ്റെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ, കുടുംബത്തിൻ്റെ മുമ്പിൽ ഇന്നു രാത്രി കർത്താവ് ആരെയെ നോക്കി പറയുന്നു, നിന്റെ മുഖത്തെ ഞാൻ ആദരിക്കും. നീ ലജ്ജിച്ച് പോകാൻ ഞാൻ അനുവദിക്കില്ല. ലജ്ജിച്ച് നിന്റെ തല താഴാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ നിന്റെ മുഖത്തെ ആദരിക്കും. ഇടയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. രാത്രി ആവശ്യമുള്ള ദൂത് മാത്രം ഞാൻ പറയാം. ഞാൻ നിന്റെ മുഖത്തെ ആദരിക്കുന്നത് കൊണ്ട് 3:17 വരുമ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ, നിങ്ങൾ കാറ്റു കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്ക വണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഹലോ, നീ ലജ്ജിക്കാതിരിക്കാൻ ദൈവം ചെയ്യുന്ന കാര്യങ്ങളാ എന്തൊക്കെയാ? ആമേൻ സ്തോത്രം. വെള്ളം കൊണ്ട് നിറയും. എന്തിനു വേണ്ടിയാ വെള്ളം നിറയ്ക്കുന്നേ? നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. അടുത്ത 18-ാം വാക്യത്തിലേക്ക് വരുമ്പോ ഇങ്ങനെ വചനം പറയുന്നു, ഇത് പോരാ എന്ന് ഇന്ന് രാത്രി ദൂത് എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട്, ഹലോ, നീ ലജ്ജിക്കാതിരിക്കാൻ, നീ ലജ്ജിച്ചു പോകാതിരിക്കാൻ എൻ്റെ ദൈവം നിന്റെ മുഖത്തെ ആദരിച്ചിട്ട് നീ ചോദിച്ചത് മാത്രമല്ല, ഹലോ, നീ വന്നത് ഇതിനല്ലേ, വെള്ളം ചോദിച്ചുകൊണ്ടല്ലേ വന്നേ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇതാണ്, നീ ചോദിച്ചത് മാത്രമല്ല, നീ ചിന്തിക്കാത്തത് പോലും എൻ്റെ ദൈവം വാരി വിതറി തരത്തക്കവണ്ണം. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി ആരോ നോക്കി കർത്താവ് പറയുന്നു, നീ ചോദിച്ചത് ഞാൻ നിനക്ക് തരും, പക്ഷെ നീ വിചാരിച്ച വഴിയിലൂടെയല്ല. നീ ചോദിച്ചത് ഞാൻ നിനക്ക് തരും, പക്ഷെ നീ ചിന്തിച്ച ആ ഒരു രീതിയിലല്ല. നീ ചോദിച്ചത് ഞാൻ നിനക്ക് തരും, പക്ഷെ നീ പ്രതീക്ഷിക്കുന്ന മാർഗത്തിലൂടെ അല്ല. ഞാൻ നിനക്ക് തരാൻ പോകുന്നത് കാറ്റ് കാണില്ല, ഞാൻ നിനക്ക് തരാൻ പോകുന്നത് മഴ കാണില്ല എന്ന് വെച്ചാ ഇന്ന് രാത്രി നീ പലപ്പോഴും കാറ്റും പ്രതീക്ഷിച്ചിരിക്കുക, നീ പലപ്പോഴും മഴയും പ്രതീക്ഷിച്ചിരിക്കുക. കാരണം നിനക്കറിയാം, നിന്റെ ബുദ്ധിക്കറിയാം, നിന്റെ അറിവ് നിന്നോട് പറയുന്നു, നിന്റെ മുൻപരിചയം നിന്നോട് പറയുന്നു, ലോകം നിന്നോട് പറയുന്നു, കാറ്റും മഴയും ഉണ്ടെങ്കിൽ വെള്ളം നിറയും. പക്ഷേ നിനക്കറിയാത്തൊരു വഴി എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നു. ഏതോ വഴിയായി നിനക്ക് വേണ്ടി വെള്ളം വരുന്നത് ഈ ദിവസങ്ങളിൽ നീ കാണാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കേൾക്കുന്നവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. നീ പ്രതീക്ഷിച്ചിരിക്കുന്നത് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറക്കുന്നതാ, അല്ലേ? ശരിയല്ലേ? നിന്റെ എക്സ്പീരിയൻസ് അതാണ്, നിന്റെ അറിവ് അതാണ്, നീ കണ്ടിട്ടുള്ളത് അതാണ്, നീ കേട്ടിട്ടുള്ളത് അതാണ്, ഒരു വാതിൽ തുറക്കുന്നത് വേണ്ടി. പക്ഷേ നീ മേലോട്ട് നോക്കിയിരിക്കുമ്പോൾ നീ അറിയാത്തൊരു വഴിയിലൂടെ ആ വെള്ളം വരുന്നു.
നീ അറിയാത്തൊരു വഴിയിലൂടെ ആ വെള്ളം വരുന്നു. ദൈവം ഒരുക്കിയ ചിലത് നിനക്ക് വേണ്ടി വരുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയും? എന്താ കാരണമെന്നറിയോ? നിന്നെ ഞാൻ ആദരിക്കുന്നു. നിന്നെ ഞാൻ ആദരിച്ചിട്ട് നീ ലജ്ജിക്കാതിരിക്കാൻ, ഹലോ, നീ ലജ്ജിക്കാതിരിക്കാൻ, ആമേൻ, ആരുടെയും മുമ്പിൽ നീ ലജ്ജിക്കാതിരിക്കാൻ തീരുന്നില്ല. കേൾക്കുന്നുണ്ടോ? നീ പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട്, ഇത് പോരാ എന്ന് വെച്ചാൽ നീ ചോദിച്ചത് വെള്ളമാണ്, ഈ വെള്ളം മാത്രം നിനക്ക് തന്നത് പോരാ എന്ന് തോന്നിയിട്ട്. ഒരിക്കൽ ഇസ്രായേലിൻ്റെ രാജാവായി ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു. ആ വ്യക്തിയുടെ പേര് ശലോമോൻ. ശലോമോനെ തിരഞ്ഞെടുക്കുമ്പം ശലോമോൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, നിന്റെ ജനത്തെ നയിക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മന്ദബുദ്ധി, ബുദ്ധിയില്ലാത്തവൻ, കഴിവില്ലാത്തവൻ, അറിവില്ലാത്തവൻ, ഒന്നിനും കൊള്ളാത്തവൻ, അല്ലേ? ഇസ്രായേലിൻ്റെ രാജാവായി ഇരിക്കാൻ അർഹതയില്ലാത്തവൻ, യോഗ്യതയില്ലാത്തവൻ, ഇങ്ങനെയൊക്കെ പല പേരിൽ വിളിക്കാറുണ്ടല്ലേ. എന്നാൽ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ആക്കിയിരിക്കുന്നു. ശലോമോൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവനോട് ചോദിച്ചു, നിനക്കെന്താ ഞാൻ വരം തരേണ്ടേ? എന്താ നിനക്ക് കൃപ തരേണ്ടേ? ശത്രുവിനെ ജയിക്കാനുള്ളത് തരട്ടെ? സമ്പത്ത് തരട്ടെ? ഇഷ്ടംപോലെ സമ്പത്ത് തരട്ടെ? എന്താ ഞാൻ നിനക്ക് തരണ്ടേ? ഇതൊക്കെ ദൈവം തരാമെന്ന് പറയുമ്പം ഇതെല്ലാം റെഡിയാണ്. എന്തിനാണ്? യുദ്ധം ജയിക്കാൻ. എന്ന് പറഞ്ഞാൽ ശലോമോൻ ഏത് യുദ്ധം പോയാലും ജയിക്കും, പരാജയപ്പെടില്ല ഒരിക്കലും. അങ്ങനൊരു ജയം. അടുത്ത ദൈവം ചോദിച്ചു, ഞങ്ങൾക്ക് സമ്പത്ത് തരട്ടെ? എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി തീരും, സമ്പന്നമായ രാഷ്ട്രമായി തീരും. ഇതെല്ലാം ദൈവം പറയുമ്പോൾ ശലോമോൻ ചോദിച്ചതെന്നറിയോ? എനിക്കിതൊന്നുമല്ല വേണ്ടേ, എനിക്ക് വേണ്ടത് ജ്ഞാനം വേണം. നിന്റെ ജനത്തെ നയിക്കാനുള്ള ജ്ഞാനം വേണം. കേൾക്കുന്നുണ്ടോ? ജ്ഞാനം വേണം. ഈ വാക്ക് ദൈവത്തിന് ഇഷ്ടമായി. നമ്മളോട് വായിക്കുമ്പോൾ കാണുന്നത് എങ്ങനെയാണ്? താൻ ചോദിച്ചതും താൻ ചോദിക്കാത്തതും കൂടെ ദൈവം ശലോമോന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ മടങ്ങി വരട്ടെ. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബിനെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. തീർന്നില്ല. നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളുമെല്ലാം ജയിച്ചടക്കും. ദൂതേറ്റെടുക്കുന്നുണ്ടോ? ഇന്ന് രാത്രി നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളുമെല്ലാം ജയിച്ചടക്കുകയും നല്ല വൃക്ഷങ്ങളെല്ലാം മുറിക്കുകയും നീരുറവുകളെല്ലാം അടച്ചു കളയുകയും നല്ല നിലങ്ങളെല്ലാം കല്ലുവാരിയിട്ട് ചീത്തയാക്കുകയും ചെയ്യും. 20-ാം വാക്യത്തിൽ ഇരിക്കുന്നു, പിറ്റേന്നാൾ രാവിലെ അവർ ചോദിച്ച വെള്ളമിതാ ഏതോ വഴിയായി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. ഇന്ന് രാത്രി നീ ചോദിച്ചത് ഞാൻ നിനക്ക് തരും. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് നീ ചോദിക്കാത്തതും കൂടെ ഞാൻ നിനക്ക് തരുന്ന ദിവസമുണ്ടെന്ന്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കില്ല. നീ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കില്ല. 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 26 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെ കാണുന്നു, ഫെലിസ്ത്യരുടെ നടുവിൽ, ഫെലിസ്ത്യ സൈന്യത്തിൻ്റെ മുമ്പിൽ വളരെ ഉയരം കൂടി, അതിൻ്റെ അളവൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. ആ ഭാഗങ്ങളതൊക്കെയൊന്നും ഞാൻ വരുന്നില്ല. ആ വ്യക്തിയുടെ പേര് മല്ലനായ ഗോലിയാത്ത്. ഈ ഫെലിസ്ത്യരുടെ ഇടയിൽ ആ കാലഘട്ടത്തിൽ മല്ലന്മാരുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരെക്കാൾ ഉയരം കൂടിയതും തടിച്ചതുമായ മനുഷ്യർ എന്നാണ് ചരിത്രം പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാക്ഷസന്മാരെന്നൊക്കെ വിളിക്കാവുന്ന മല്ലന്മാർ, അങ്ങനെയുള്ള മനുഷ്യർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന
എന്നാ പറയുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ സ്തോത്രം വന്നു നിന്ന് പറയുന്നു, ആമേൻ, നിങ്ങളിൽ നിന്ന് ഒരുത്തനെ എന്നോട് യുദ്ധം ചെയ്യാൻ മുമ്പിലോട്ട് വരിക, പറഞ്ഞേക്ക്, ഞാൻ അവനോട് യുദ്ധം ചെയ്യാം, അവന് ഞാൻ എന്ത് ചെയ്യും, ആകാശത്തിലെ പക്ഷികൾക്കും ആമേൻ വനാന്തരത്തിലെ മൃഗങ്ങൾക്കും ഞാൻ ഇരയായി കൊടുക്കുമെന്ന് പറഞ്ഞ് നിന്ന് വെല്ലുവിളിക്കുമ്പം വേദപുസ്തകം എഴുതിയിരിക്കുന്നു, ദുരാത്മാവ് ബാധിച്ച ശൗലിൻ്റെ മുമ്പിൽ കിന്നരം വായിക്കാൻ പലപ്പോഴും ഇരിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവായി ദൈവം, ഇശായിയുടെ മകനായ ദൈവം തിരഞ്ഞെടുത്ത ദാവീദ് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു ബാലനുണ്ടായിരുന്നു, ഒരു കൊച്ചു ചെറുക്കൻ. ഈ ദാവീദ് അപ്പൻ്റെ വാക്ക് കേട്ടിട്ട്, സ്തോത്രം, ആമേൻ, ദാവീദ് സഹോദരന്മാർക്ക് ഭക്ഷണവുമായി കടന്നു വരുമ്പം അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയും, ഈ സഹോദരന്മാർ ഇവനോട് ദേഷ്യപ്പെട്ട്, നിന്റെ അല്പം ആടുകളുമായി വനാന്തരത്തിൽ കിടക്കാൻ മേലായിരുന്നോ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുമ്പം ഈ സമയത്താ സംഭവം നടക്കുന്നേ. 17-ാം അധ്യായത്തിൻ്റെ 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 26 മുതൽ വായിച്ച, അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട് ഈ ഫെലിസ്തീനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്നേ നീക്കിക്കളയുന്നവന് എന്ത് കൊടുക്കും? നോക്കണേ, ഈ ഫെലിസ്തീനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നീക്കിക്കളയുന്നവനെ എന്ത് കൊടുക്കും എന്ന് വെച്ചാൽ, ഇന്ന് ഇസ്രായേലിന് മേൽ എന്ത് കിടക്കുന്നു? നിന്ന കിടക്കുക എന്ന് പറഞ്ഞാൽ, അതിൻ്റെ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, ഇവരിന്ന് എല്ലാവരുടെയും മുമ്പിൽ, പ്രത്യേകിച്ച് ഫെലിസ്തീനയുടെ മുമ്പിൽ ഇസ്രായേൽ ജനം ഇന്ന് ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കുക. ലൈഫിലൊരു വലിയ പരാജയം കണ്ടു നിൽക്കുക. എപ്പോ വേണേലും എന്ത് സംഭവിക്കാം എന്നൊരവസ്ഥയിലാണ് ഇസ്രായേൽ ജനം നിൽക്കുന്നത്. അപ്പോഴാ ദാവീദ് പറയുന്നേ, ഇവനെ കൊന്നാൽ ഈ നിന്നയെ ഇസ്രായേലിൽ നീക്കിക്കളയുന്നവനെ എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആരെന്ന് പറഞ്ഞു. ദാവീദ് ചോദിക്കുക, ആയ ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേലിനെ നിന്ദിപ്പാൻ ഇവരാരാ എന്ന് ദാവീദ് ചോദിക്കുമ്പം താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നികുതിയിൽ ഇളവ്, ഫെലിസ്ത്യൻ തന്റെ മകളെ എന്ത് ചെയ്യും? വിവാഹം കഴിച്ചു കൊടുക്കും ജയിക്കുന്നവന്. സ്തോത്രം. ഇങ്ങനെ 1-2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഞാൻ പറയാം. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് പറഞ്ഞ വാക്ക് ശൗൽ അറിഞ്ഞു. ശൗൽ ദാവീദിനെ വിളിപ്പിച്ചു. ദാവീദ്, ഞാൻ അവനോട് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ തോട്ടിലേക്ക് ഇറങ്ങി 5 കല്ലെടുത്തു, മിനുസമുള്ള 5 കല്ലെടുത്തു, തൻ്റെ ഇടയ സഞ്ചിയിലേക്കിട്ടു. ഗോലിയാത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് തൻ്റെ കവണയെടുത്ത് ഈ 5 കല്ലിൽ മിനുസമുള്ളൊരു കല്ലെടുത്ത് അവനെതിരെ എറിയുവാനിടയായി. വേദപുസ്തകം എഴുതിയിരിക്കുന്നു, ദാവീദിൻ്റെ മുമ്പിൽ ഈ മല്ലനായ ഗോലിയാത്ത് വീഴുവാൻ ഇടയായി. ഇന്നു രാത്രി കർത്താവ് പറയുന്നു, ശത്രു നിന്റെ മേൽ ജയഘോഷിപ്പാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. എൻ്റെ ദൈവം നിന്നെ ലജ്ജിക്കുവാൻ, ഒരു ലജ്ജാപാത്രമാകാൻ ദൈവം അനുവദിക്കില്ല. ഇന്ന് നിന്റെ മേൽ കിടക്കുന്ന നിന്നയെ എൻ്റെ ദൈവം നീക്കിക്കളയാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കുടുംബത്തിന് മേൽ കിടക്കുന്ന നിന്നയെ, നിന്റെ ജീവിതത്തിന് മേൽ കിടക്കുന്ന നിന്നയെ, നിന്റെ തലമേൽ കിടക്കുന്ന നിന്നയെ, നിന്റെ തലമുറയുടെ മേൽ കിടക്കുന്ന നിന്നയെ ഇന്ന് രാത്രി എൻ്റെ കർത്താവ് എടുത്തു മാറ്റിയിട്ട് ദേശത്തിന്റെ നടുവിൽ ഒരു ജയം ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. ഒരു വാക്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, 3 ദിവസമായി യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്തൃവചനം കേട്ടുകൊണ്ട് ഇരുന്നിരുന്ന ഒരു വലിയ പുരുഷാരത്തെ കുറിച്ചൊന്ന് വായിച്ചേ. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യം. യേശു അവരോട് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന്. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. യേശു എന്താ പറയുന്നത്? ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് കൽപ്പിച്ചതിന് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് കൽപ്പിച്ചതിന് ഒരു സ്വതന്ത്രം പറഞ്ഞേ. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ.
സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിക്കണേ, കർത്താവ് പറയാം, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. പലപ്പോഴും പല ഞായറാഴ്ചകളിൽ, എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ ഭക്ഷണമുണ്ട്. ഈ ഞായറാഴ്ച ദിവസം ചില സമയത്ത് വളരെയധികം സാമ്പത്തികമായി ഞെരുക്കം, ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ചിന്തിക്കും, ഇത് കൊടുക്കണ്ടായിരുന്നു, ഇത് വേണ്ടായിരുന്നു. ഈ വചനമാണ് പലപ്പോഴും എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്കാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. എന്നാൽ ഇവരുടെ കയ്യിൽ എന്തേ ഉള്ളൂ? ഇവർക്ക് ഭക്ഷിപ്പാൻ സ്വരൂപിക്കേണ്ടതിന്, ഇവർക്ക് ഭക്ഷണം മേടിക്കേണ്ടതിന് 200 വെള്ളിക്കാശേ ഉള്ളൂ. 200 വെള്ളിക്കാശ് വെച്ച് അപ്പവും മീനും മേടിക്കാൻ തുടങ്ങിയാൽ ഈ 5000-ഓളം വരുന്ന പുരുഷന്മാർ മാത്രം, 5000-ഓളം വരുന്ന ആ വലിയ പുരുഷാരത്തിന് ഇത് തികയത്തില്ല. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഇന്ന് പലപ്പോഴും തികയാത്ത അനുഭവത്തിലൂടെയാണ് പലതിനും ജീവിതത്തിൽ വല്ലാതെ ഞെരുക്കം അനുഭവിച്ചാണ് ഇന്ന് നീ പോകുന്നതെങ്കിൽ കർത്താവ് നിന്നെ നോക്കി പറയുന്നു, നീ ലജ്ജിക്കാൻ ഞാൻ ഇടവരുത്തുകയില്ല. നീ ലജ്ജിക്കാതെ ഇരിക്കേണ്ടതിന്, താഴോട്ട് വായിക്കുമ്പോൾ ആ ഭാഗം കൂടെ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടട്ടെ. യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? നിങ്ങളുടെ പക്കൽ, അല്ലേ, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു, 5 അപ്പവും 2 മീനും എന്ന് പറഞ്ഞു. അടുത്ത് വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ അതിനെ മേടിച്ചവൻ സ്വർഗത്തിലേക്ക് ഉയർത്തി, അതിനെ വാഴ്ത്തി നുറുക്കി അത് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിലേക്ക് കൊടുത്തു. ഇന്ന് രാത്രിയിൽ നിന്നെ ലജ്ജിക്കാൻ അനുവദിക്കാത്ത ദൈവം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ അവർക്ക് കൊടുപ്പിനെന്ന് കർത്താവ് പറഞ്ഞിട്ട് ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരവിടെ ലജ്ജിക്കത്തില്ലേ? ഇവരുടെ ലജ്ജിക്കും. കാരണം ഇവരാണ് കൊടുക്കേണ്ടത്. അതിന് അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്നത് ഇവരെയാണ്, അതിനെ ആക്കി വെച്ചിരിക്കുന്നത് ഇവരെയാണ്. ഇത് കൊടുത്തില്ലെങ്കിൽ ഇവർ ലജ്ജിക്കും. അതറിയാവുന്ന കർത്താവ് വേറൊരു സുവിശേഷ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ ഒരു വാക്യം വായിക്കുന്നുണ്ട്, അവൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നവൻ അറിഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ശിഷ്യന്മാരെന്താ ചെയ്യാൻ പോകുന്നത് യേശുവിന് അറിയാം. അതറിഞ്ഞിട്ടാ, ഞാൻ ചേർത്ത് പറയാം, അതറിഞ്ഞിട്ടാ കർത്താവ് ചോദിക്കുന്നേ, ലജ്ജിക്കാതിരിക്കാൻ. ഇവർക്ക് കഴിയില്ലെന്ന്, ഇവരെ കൊണ്ട് കൂട്ടിയ കൂടത്തില്ലെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവോട് ചോദിച്ചേ, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? അല്ലേ, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട്? കർത്താവ് അതിനെ മേടിച്ചു, സ്വർഗത്തിലേക്ക് ഉയർത്തി, വാഴ്ത്തി അപ്പത്തെ നുറുക്കി കൊടുത്തു. 12 കൊട്ട, ബൈബിൾ പറയുന്നു 12 കൊട്ട ബാലൻസ് വന്നു, നിറച്ച് വന്നു. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നീ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കില്ല. നിന്നെ ദൈവം ഒരു സ്ഥാനത്താക്കിയെങ്കിൽ, നിന്നെ ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചെങ്കിൽ നീ ലജ്ജിക്കാൻ അനുവദിക്കാതെ ദൈവം തക്ക സമയത്ത് കാര്യങ്ങളെ ക്രമീകരിക്കും. തക്ക സമയത്ത് നിനക്ക് വേണ്ടത് ദൈവം നിനക്ക് തരും. ഇന്ന് രാത്രിയിൽ കൊടുക്ക് കർത്താവിൻ്റെ കയ്യിൽ. നിന്റെ കയ്യിലുള്ളത് കൊടുക്ക്. നിന്റെ കയ്യിലുള്ളത് കർത്താവിന് കൊടുക്ക്. അവൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. അവൻ അതിനെ വാഴ്ത്തി നുറുക്കി നിന്റെ കയ്യിലോട്ട് തന്നെ മടക്കി തരും. എന്തിനാണെന്നറിയോ? ഞാൻ ചോദിക്കട്ടെ, യേശുവിന് വേണേ കൊടുത്തുകൂടായിരുന്നോ ജനത്തിന്? എന്തിനാ ഇവരുടെ കയ്യിലോട്ട് തന്നെ കൊടുത്തേ? എന്താ കർത്താവ് ആദ്യം പറഞ്ഞേ? നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്നല്ലേ പറഞ്ഞേ? ഇന്ന് രാത്രി നിന്റെ കയ്യിലൊന്നുമില്ലായിരിക്കാം. അത് കർത്താവിനോടൊന്ന് പറ, ഒന്ന് പറ. യേശുപ്പ ഒന്നുമില്ലെന്ന് പറ. പറയാത്തോണ്ടാ വർദ്ധിക്കാത്ത, പറയാത്തോണ്ടാ യേശുപ്പൻ്റെ കയ്യിലോട്ട് നീ കൊടുക്കാത്തോണ്ടാ വർദ്ധിക്കാത്ത. കർത്താവിനോടൊന്ന് പറ, യേശുപ്പ എൻ്റെ കയ്യിലൊന്നുമില്ല, ശൂന്യതയാ, ഞെരുക്കമാ, ബുദ്ധിമുട്ടാ,
ഞങ്ങളെ കൊണ്ട് കൂട്ടിയത് കൂടത്തില്ല, ഇത് ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഇന്ന് രാത്രി നീ അത് വായി തുറന്ന് പറഞ്ഞാൽ, നീ കർത്താവിനോടൊന്ന് വായി തുറന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി കർത്താവ് നിന്നെ നോക്കി പറയുന്നു, തരിക തരിക. അവൻ വാഴ്ത്തി നിനക്ക് തരാൻ പോവുകയാണ്. ചിലത് നിന്റെ കയ്യിലോട്ട് തന്നെ അവൻ തരാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ അടച്ചേ നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. ഈ വചനത്തിൻ്റെ മുൻപാകെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നീ ലജ്ജിക്കാൻ അനുവദിക്കാത്ത കർത്താവ്, നീ ദേശത്തിൻ്റെ നടുവിൽ ലജ്ജിപ്പാൻ അവൻ അനുവദിക്കില്ല. ജനത്തിൻ്റെ മുമ്പിൽ നീ ലജ്ജിക്കാൻ അവൻ അനുവദിക്കില്ല. നിന്നോടൊപ്പം നിൽക്കുന്നവരുടെ മുമ്പിൽ നീ ലജ്ജിക്കാൻ കർത്താവ് അനുവദിക്കില്ല. ഈ ദിവസങ്ങളിൽ കർത്താവ് നിന്റെ കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. നിന്നെ താങ്ങുവാൻ അവൻ ആഗ്രഹിക്കുന്നു. മാന്യമായ പാറയിൽ, ആ ശ്രേഷ്ഠമേറിയ പാറയിലൊന്ന് ആശ്രയിക്ക്. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ഹലോ, ഒരു ദിവസമെന്നല്ല, 2 ദിവസമെന്നല്ല, ഒരു മാസമെന്നല്ല, ഈ വർഷമെന്നല്ല, ഒരു നാളും നീ എന്നെല്ലാം ദൈവത്തെ ആശ്രയിക്കുന്നു, എപ്പോഴെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുന്നു, നീ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. കണ്ണുകളടച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം. അതാ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ്. ഇന്ന് രാത്രിയിൽ അങ്ങയുടെ വലിയ കൃപ ഞങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. ദൈവ സാന്നിധ്യം കൊണ്ട് എല്ലാവരും കർത്താവ് നിറച്ചാട്ടെ. വലിയ വിടുതലുകൾ കർത്താവ് ഇന്ന് രാത്രിയിൽ പകരണം. എല്ലാവരുടെ മേലും അങ്ങയുടെ സാന്നിധ്യം ഇന്ന് രാത്രി ഇറങ്ങണം. കർത്താവ് തൻ്റെ ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവ് ഇവരെ മാനിക്കണം. ശ്രേഷ്ഠമേറിയ പദവികളിൽ, മാനിക്കപ്പെടുന്ന അനുഭവങ്ങളിൽ കർത്താവ് ദിവസങ്ങളിൽ നിർത്തേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക അനുഗ്രഹത്തിലും നിറവിലും ദൈവമെല്ലാവരും നിറയ്ക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇതിൻ്റെ ജനത്തെ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരുടെ മേലും കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ഇന്ന് രാത്രി റിലീസ് ചെയ്യട്ടെ. മഹത്വം മുഴുവനും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.